ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മമ്മയും അച്ചാച്ചനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. പക്ഷെ അമ്മമ്മ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ എരുമപ്പെട്ടി കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മമ്മേനെ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മമ്മ മെഡിറ്റേഷന് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. എരുമപ്പെട്ടിയാണ് കേട്ടോ അമ്മയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ വരുന്നില്ല, ഞാനും അനിയനും അതേപോലെ അച്ഛനായിട്ടോ കൊണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മയുടെ വീട്, എരുമപ്പെട്ടിയാണ്. അപ്പോൾ ഞങ്ങളവിടെ വന്നിട്ട് പക്ഷെ അമ്മമ്മ അപ്പോഴേക്കും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സഞ്ചിയിൽ നിന്ന് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മായിയുടെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മായിയുടെ അവിടെ നിന്ന് പാല് വാങ്ങാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മായിയുടെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദുർഗേച്ചും മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇപ്പം തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് അധികം നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം സംസാരിച്ച് പാലൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്നപ്പോൾ അമ്മമ്മ നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി തരിക കേട്ടോ. ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും ഒരു കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് റബ്ബറിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാനും അച്ചാച്ചനൊക്കെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ അച്ചാച്ചന് വയ്യാത്ത കാരണം അധികം പണിയൊന്നും ചെയ്യണില്ല. അപ്പോൾ എത്രത്തോളം വലുതായ റബ്ബർ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇനി വരിക എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്ക് ബൈ ബൈ.